നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറെ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ് കേയ്. കാബേജ്, ബ്രൊക്കൊളി എന്നിവയുടെ കുടുംബത്തിൽപ്പെട്ട ഒരിനം ഇലക്കറിയാണിത്. ഉപയോഗം, ഗുണങ്ങൾ, ഉത്ഭവം, പരിപാലന രീതി തുടങ്ങിയ കൂടുതൽ കാര്യങ്ങൾ വിശദമായി നോക്കാം നമുക്ക്. കെയിൽ കവർ തൈകൾ ഇപ്പോൾ കരുനാഗപ്പള്ളി രാജ് അഗ്രികൾച്ചറൽ ലഭ്യമാണ്. കെയിലിന്റെ ഉത്ഭവം നോക്കാം. മെഡിറ്ററേനിയൻ ഭാഗങ്ങൾ, യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് കെയിലിന്റെ ഉത്ഭവമെന്ന് കരുതപ്പെടുന്നു. പുരാതന ഗ്രീസിലും റോമിലും ഇതൊരു പ്രധാന ആഹാരമായിരുന്നു എന്നും കണക്കാക്കുന്നു. കനത്ത മഞ്ഞുകാലത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ളതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ പ്രചാരത്തിലായി. കെയിലിന്റെ പ്രത്യേകതകൾ നോക്കാം. രൂപഘടന നോക്കിയാൽ ഇലകൾ സാധാരണ ചീരയെപ്പോലെ മൃദുവായതല്ല, മറിച്ച് കട്ടിയുള്ളതും അരികുകൾ ചുരുണ്ടതുമാണ്. ഇലകളുടെ നിറം നോക്കിയാൽ കടും പച്ച, പർപ്പിൾ എന്നീ രണ്ടിനങ്ങളിൽ കാണപ്പെടുന്നു. നിലവിൽ കരുനാഗപ്പള്ളി രാജ് അഗ്രികൾച്ചറൽ ലഭ്യമായത് പച്ച ഇനമാണ്. ഇനി രുചി എങ്ങനെ എന്ന് നോക്കാം. നേരിയ കയ്പും എന്നാൽ നല്ലൊരു കൊഴുപ്പും ചേർന്ന രുചിയാണ് ഇതിനുള്ളത്. ഇനി പ്രധാനമായും നമുക്ക് ആരോഗ്യഗുണങ്ങൾ നോക്കാം. കെയിലിനെ പോഷകങ്ങളുടെ കലവറ എന്നാണ് വിളിക്കുന്നത്. ധാതുക്കളും വൈറ്റമിനുകളും. വൈറ്റമിൻ എ, സി, കെ എന്നിവയാൽ സമ്പന്നമാണ്. ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ക്വെർസെറ്റിൻ, കെംഫറോൾ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഹൃദയാരോഗ്യത്തിനു വേണ്ടി കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. എല്ലുകളുടെ ബലം ഉറപ്പുവരുത്തുന്ന വൈറ്റമിൻ കെ ധാരാളമായുള്ളതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ക്യാൻസർ പ്രതിരോധത്തിനും ഗുണകരം എന്ന് പറയപ്പെടുന്നു. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന സൾഫോറാഫേൻ പോലുള്ള ഘടകങ്ങൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇനി എങ്ങനെയൊക്കെ നമുക്ക് കെയിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമ്മുടെ നാടൻ ശൈലിയിൽ തേങ്ങ ചിരകിയതിനോടൊപ്പം ചേർത്ത് തോരൻ വെക്കാനും ഇത് അനുയോജ്യമാണ്. ഇളം ഇലകൾ സാലഡുകളിൽ നേരിട്ട് വൃത്തിയാക്കി ഉപയോഗിക്കാം. ആരോഗ്യപ്രേമികൾ കെയിൽ ഇലകൾ പഴങ്ങൾക്കൊപ്പം ചേർത്ത് സ്മൂത്തിയായി ഉപയോഗിക്കാറുമുണ്ട്. കൂടാതെ ഇലകളിൽ അല്പം ഓലിവ് ഓയിലും ഉപ്പും പുരട്ടി ഓവനിലോ എയർ ഫ്രയറിലോ വെച്ച് മുരിച്ചെടുക്കുന്നത് നല്ലൊരു ലഘുഭക്ഷണമാണ്. അടുത്തതായി നമുക്കിനി കെയിൽ പരിപാലന രീതി നോക്കാം. തണുപ്പുള്ള കാലാവസ്ഥയിലാണ് കെയിൽ മികച്ച രീതിയിൽ വളരുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ നാട്ടിൽ അടുക്കളത്തോട്ടത്തിൽ സൂര്യപ്രകാശം മിതമായി ലഭിക്കുന്ന ഇടത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യം. കാരണം കഠിനമായ വെയിൽ കെയിലിന്റെ ഇലകൾ കരിയുന്നതിന് കാരണമാകും. നല്ല രീതിയിൽ ജൈവവളം, ഒരു പിടി എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർക്കുന്നത് ചെടി കരുത്തോടെ വളരാൻ സഹായിക്കും. നീർവാർച്ചയുള്ള മണ്ണാണ് അനിവാര്യം. ഗ്രോ ബാഗിലും ചട്ടിയിലും മണ്ണിലും വളർത്താം. മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ ദിവസവും നനയ്ക്കണം. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കരുത്. അമിത നനവും ആകരുത്. ഇലകൾക്ക് ജലാംശം ആവശ്യമുള്ളതുമാണ്. അതുകൊണ്ട് ഇലകളിൽ വെള്ളം തളിക്കുന്നത് ചെടി ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ചുവട്ടിലെ മണ്ണ് പെട്ടെന്ന് ഉണങ്ങിപ്പോകാതിരിക്കാൻ കരിയിലകളോ ഉണങ്ങിയ പുല്ലോ ഉപയോഗിച്ച് ചുവട്ടിൽ പുതയിടുന്നത് നല്ലതാണ്. ഇത് മണ്ണിനെ തണുപ്പിച്ചു നിർത്താൻ സഹായിക്കും. കൂടാതെ അല്പം കുമ്മായം അല്ലെങ്കിൽ ഡോലോമേറ്റ് മണ്ണിലെ ആസിഡിറ്റി കുറയ്ക്കാൻ 10 ദിവസം മുൻപ് തൈകൾ മാറ്റി നടുന്നതിന് മുൻപായി മണ്ണിൽ ചേർക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ പകരമായി സ്റ്റെയിംസൺ കമ്പനിയുടെ PEH ഫിക്സ് തൈ നടുമ്പോൾ തന്നെ വളങ്ങളുമായി ചേർത്ത് ഉപയോഗിക്കാം. കെയിൽ ഒരു ഇലക്കറി ആയതുകൊണ്ട് നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് കൂടുതൽ നൽകേണ്ടത്. കടലപ്പിണ്ണാക്ക് ലായനി, ഫിഷ് ആമിനോ ആസിഡ്. കൂടാതെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചൊഴിക്കുന്നതും നല്ലതാണ്. സാധാരണയായി കീടശല്യം കുറവാണെങ്കിലും ഇലപ്പേൻ, മുഞ്ഞ എന്നിവ വരാൻ സാധ്യതയുണ്ട്. ഇതിനായി ആഴ്ചയിലൊരിക്കൽ വേപ്പെണ്ണ സോപ്പ് ലായനി ചേർത്ത് തളിക്കുന്നത് കീടങ്ങളെ അകറ്റും. ഇലകൾക്ക് താഴെ കീടങ്ങളുടെ മുട്ടകളുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുക. ഇനി നമുക്ക് വിളവെടുപ്പ് രീതി എങ്ങനെയെന്ന് നോക്കാം. കെയിൽ പരിപാലനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വിളവെടുപ്പിലാണ്. താഴെ നിന്ന് തുടങ്ങുക. അതായത് ചെടിയുടെ ഏറ്റവും താഴെയുള്ള മൂത്ത ഇലകൾ വേണം ആദ്യം പറിച്ചെടുക്കാൻ. ചെടിയുടെ മുകളിലെ പുതിയതായി വളരുന്ന നാമ്പ് ഒരിക്കലും നുള്ളരുത്. താഴെ നിന്ന് ഇലകൾ പറിച്ചെടുക്കുന്നതിനനുസരിച്ച് മുകളിലേക്ക് പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കും. ഇത് ചെടിയെ നല്ല രീതിയിൽ കരുത്തോടെ വളരാൻ സഹായിക്കും. കെയിൽ ഇലകൾ അധികം കയ്പില്ലാതെ കിട്ടാൻ വിളവെടുക്കുന്നതിന് കുറച്ചു മണിക്കൂർ മുൻപ് നന്നായി നനക്കുന്നത് സഹായിക്കും എന്നും പറയപ്പെടുന്നു. 6 മാസം മുതൽ 1 വർഷം വരെയാണ് നമ്മുടെ നാട്ടിലെ കെയിൽ ചെടിയുടെ ആയുസ്സ്. തുടർന്ന് ചെടി പൂവിടാൻ തുടങ്ങുമ്പോൾ ആ പൂങ്കുലകൾ ഉടൻ തന്നെ നുള്ളിക്കളഞ്ഞാൽ
ചെടിയുടെ ആയുസ് അല്പം കൂടി നീട്ടിക്കിട്ടുമെന്നും പറയപ്പെടുന്നു. വേനൽക്കാലത്ത് നേരിട്ടുള്ള വെയിലേൽക്കാതെ സംരക്ഷിച്ചാൽ ചെടി കൂടുതൽ കാലം നിലനിൽക്കും. രാജ് അഗ്രികൾച്ചറൽ 1969 മുതൽ കർഷകരുടെ വിശ്വസ്ത സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറുകളിലോ ബന്ധപ്പെടാം. നന്ദി.